കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഈ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താ, ലെറ്റസ് എസ് എസ് എന്ന് പറയുന്ന ആ പാർട്ടാണ് അല്ലേ. നമ്മളുടെ മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ലെറ്റസ് എസ് എസ് എന്ന് പറയുന്ന പാർട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു കണ്ടക്റ്റിംഗ് വയർ ഉണ്ട് എ ബി എന്ന് പറയുന്നത്, അതിനെ ബെൻഡ് ചെയ്തിട്ട് എന്താ ചെയ്തിട്ടുള്ളത്, ഇതേപോലൊരു ലൂപ്പാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരറ്റത്ത് ബാറ്ററി ഉണ്ട്, സ്വിച്ച് ഉണ്ട്. എ എന്ന് പറയുന്ന ടെർമിനലിലേക്ക് കണക്ട് ചെയ്ത് വരുന്ന ഏതാണ്, ബാറ്ററീൻ്റെ എ എന്ന് പറയുന്ന ഭാഗത്ത് കണക്ട് ചെയ്യുന്ന പോസിറ്റീവ് ടെർമിനലാണ്. അതേപോലെ തന്നെ ബാറ്ററീൻ്റെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്ന എവിടെയാണ്, ബിയിലാണ് അല്ലേ. അപ്പം ഇതിൻ്റെ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എവിടേക്കായിരിക്കും, ഏത് ഡയറക്ഷനിലേക്കും ആയിരിക്കും ഉണ്ടാവുക നമ്മളടുത്ത് ചോദിച്ചത്. എ എന്ന് പറയുന്ന പോയിൻ്റിൽ എവിടെയാണ്, ബി എന്ന് പറയുന്ന പോയിൻ്റിൽ എവിടെയാണ്. ഈ രണ്ട് ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് അല്ലേ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് നമുക്ക് ആ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ലോ. അതാണ് ബി ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ ലോ യൂസ് ഫോർ ദിസ്. അപ്പം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, ഇഫ് വി പ്ലേസ് ദ കണ്ടക്ടർ ഇൻ സച്ച് എ വേ ദാറ്റ്, നമ്മൾ ആ ഹോൾഡ് എങ്ങനെ ആയിരിക്കണം, thumb points towards the direction of the current, then the folded fingers shows the direction of the magnetic field. അതാണ് എന്ത്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം ഇലക്ട്രിക് കറണ്ട് ഡയറക്ഷൻ തമ്പിൻ്റെ ഡയറക്ഷനാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, ആ ചുരുട്ടി വെച്ച് നമ്മളുടെ വിരലുകളുടെ ഡയറക്ഷനായിരിക്കും. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എ എന്ന് പറയുന്ന പോയിൻ്റ് എവിടെയായിരിക്കും. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ തമ്പിനെ നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ് അല്ലേ, അവിടെ കൊണ്ടുവച്ചു. അവിടെ കൊണ്ടുവച്ചപ്പം നമ്മളുടെ എന്തിൻ്റെ ഡയറക്ഷനാണ് ചോദിച്ചത്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ക്ലോക്ക് എന്ന് പറയുന്നത് ശരിക്കും സൂചി തിരിയേണ്ട എവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് തിരിയേണ്ടത് അല്ലേ. അപ്പോൾ പക്ഷേ നമ്മളുടെ വിരലിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കല്ലേ. അപ്പോൾ അത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണോ നമ്മളുടെ വിരലുകളുള്ളത്, ഇങ്ങോട്ടല്ലേ തിരിയുന്നത്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ. അപ്പം അറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് എവിടെയായിരിക്കും, അറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്, വിൽ ബി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ശരിയല്ലേ, വിൽ ബി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും എ എന്ന് പറയുന്ന പോയിന്റിൽ. ഓക്കെ, ഇനി അറ്റ് ബി എവിടെയായിരിക്കും. ഇനി നമ്മൾ ഇതേ കൈനെ പിടിച്ചിട്ട് ഇവിടെ കറണ്ട് എങ്ങോട്ടാണ് വരുന്നത്, കറണ്ട് താഴോട്ടേക്കല്ല വരുന്നത് അല്ലേ, കറണ്ട് ഡയറക്ഷൻ ഉണ്ട് ബിയിൽ താഴോട്ടേക്കാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വീണ്ടും ഞാൻ അത് കാണിച്ചു തരാം നമുക്ക് എങ്ങനെയാണ് ആ പൊസിഷൻ വരുന്നതെന്ന്. അപ്പോൾ ഈ ബീനെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പം ഇനി നമ്മൾ ഈ സൈഡിൽ കൊണ്ടുവച്ച് നോക്കാം. ഈ സൈഡിൽ കൊണ്ടുവച്ച് നോക്കുമ്പം കറണ്ട് എങ്ങോട്ടേക്കാണ്, ബി എന്ന് പറഞ്ഞാൽ താഴോട്ടേക്കല്ല വരുന്നത്. അപ്പോൾ നമ്മളുടെ കൈൻ്റെ വിരലുകൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് തിരിയുന്നത്, കറക്റ്റായിട്ട് നമ്മൾ വിരലുകൾ കണ്ടോ, ഈ മുകളിൽ ഞാൻ വരച്ച് വെച്ച ആരോൻ്റെ പോലെ ക്ലോക്കിൻ്റെ സൂചി തിരിയുന്ന പോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ തിരിയുന്നത്, അകത്തോട്ടേക്കല്ലേ തിരിയുന്നത്, ഇങ്ങനെയാണ് തിരിയുന്നത് അല്ലേ. അപ്പോൾ എന്ത് ഡയറക്ഷനാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും, magnetic field will be in clockwise direction. Clockwise directionലായിരിക്കും ബി എന്ന് പറഞ്ഞ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഓക്കെ, എക്സ്പ്ലെയിൻ ഹൗ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കണ്ടക്റ്റിംഗ് ലൂപ്പ്. കണ്ടക്റ്റിംഗ് ലൂപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഡയറക്റ്റ് ചെയ്യാനാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചത്. അപ്പം കറണ്ട് ഫ്ലോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കിട്ടി റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വഴി. അപ്പം കറണ്ട് ഫ്ലോസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഡയറക്ഷൻ ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും, ഇഫ് ദ കറണ്ട് ഫ്ലോസ് ഇൻ എങ്ങോട്ട്, താഴോട്ടേക്ക്, ദെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ ടു ദ ബോർഡിൻ്റെ അകത്തേക്കല്ലേ കയറുന്നത് അല്ലേ, ബോർഡിൻ്റെ അകത്തേക്കാണ് കയറുന്നത്. അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഇനിയിപ്പം എ എന്ന് പറയുന്ന പോയിന്റിൽ അത് നേരെയാണ് പോകുന്നതെങ്കിൽ നമ്മളിപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ച് നോക്കി, അപ്പം മാഗ്നറ്റിക് ഫീൽഡ്
പുറത്തുനിന്ന് പോയി അകത്തേക്കാണ് വരുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വരുന്നത് അല്ലേ. അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്, ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയാലും എല്ലാവർക്കും. ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എ ബി ഈസ് മാർക്ക്ഡ്. അപ്പോൾ നമുക്കിവിടെ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇതൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മുകളിലോട്ടേക്ക് പോയി തിരിച്ച് താഴോട്ടേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ ആൻഡ് സ്റ്റേറ്റ് ദ ലോ ദാറ്റ് സപ്പോർട്ട് ദിസ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്കവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ചോദിച്ചത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും, അതേപോലെ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലോ ഏതാണ്. നേരത്തെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് വരുന്നത് അല്ലേ. ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഏത് തന്നെയാണ്, നമ്മളുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ വിരൽ നേരത്തെ പിടിച്ചപ്പോൾ തന്നെ ആ വിരൽ നമുക്കൊന്നവിടെ നോക്കാം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പം ഇവിടെ എയറോ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലേ. എയർ എങ്ങോട്ടേക്കാണെന്നുള്ളത് ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് നോക്കാം, പുറത്തേക്കാണോ അകത്തേക്കാണോ വരുന്നത് നോക്കാം. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏത് ഡയറക്ഷനാണ്. അപ്പം കറണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വിചാരിക്കുക, എ ടു ബി ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും, എ ടു ബി ആണെങ്കിൽ നമുക്ക് ഈ ചിത്രം തന്നെ വെച്ച് നോക്കാൻ വേണമെങ്കിൽ ഇതിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. റൊട്ടേറ്റ് റൈറ്റ് ആണെങ്കിൽ നമ്മളുടെ വിരൽ ഇങ്ങോട്ടേക്കാണ് വരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടേക്കാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എ ടു ബി അല്ല ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഇനി ഒന്നും കൂടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് താഴേന്ന് മുകളിലേക്ക്, താഴേന്ന് മുകളിലേക്ക്, ഇവിടെയും താഴേന്ന് മുകളിലേക്ക്, മാഗ്നറ്റിക് ഫീൽഡ് താഴേന്ന് മുകളിലേക്കാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, എ ടു ബി അല്ല കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ എ ടു ബി നമ്മൾ നോക്കി, അപ്പോൾ എ ടു ബി അല്ല, പക്ഷേ കറണ്ട് ഇസ് ഫ്ലോയിങ് ഇൻ ദ ഡയറക്ഷൻ ബി ടു എ. ശരിയല്ലേ, ബി ടു എ വന്നാൽ മതി. ഇവിടെ ബി മാറി വരണം, ഇവിടെ ബി വരണം, ഇവിടെ എ വരണം. ശരിയല്ലേ, ബി ടു എ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഡൗട്ട് നിങ്ങൾ വിരലോടെ പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മതി അല്ലേ. നമ്മൾ വിരലിങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബിന്ന് എയിലേക്കാണ് കറണ്ട് വരുന്നത്. അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് വരുന്നത്. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് വരുന്നത്. അപ്പം 4 ഫിംഗേഴ്സ് മുകളിലോട്ടേക്കാണ് കാണുന്നത്. അപ്പം ബി ടു എ ആണ് എന്ത്, ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതുകൊണ്ട് തമ്പിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്, ബി ടു എയിലേക്കാണ്. സോ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഈസ് ഫ്രം ബി ടു എ. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന റൂൾ ഏത് തന്നെയാണ്, അല്ല ലോ ഏത് തന്നെയാണ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ദ മാഗ്നറ്റിക് പൊളാരിറ്റി ഓഫ് എ കറണ്ട് ക്യാരിങ് സോളിനോയിഡ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പം ഒരു കറണ്ട് ക്യാരിങ് സോളിനോയിഡ് പറഞ്ഞാൽ സ്പ്രിങ് പോലത്തെ കണ്ടക്ടറാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് പൊളാരിറ്റീനെ പറ്റി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ, ഇഫ് ദ കറണ്ട് ഇൻ വൺ എൻഡ് ഓഫ് ദ സോളിനോയിഡ് ഇസ് ക്ലോക്ക് വൈസ്. സോളിനോയിഡിൻ്റെ ഒരു എൻഡ് കൂടെയുള്ള കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ദെൻ ദാറ്റ് എൻഡ് ഇസ് നോർത്ത് പോൾ. അത് നോർത്ത് പോൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ ഇഫ് ദ കറണ്ട് ഇൻ വൺ എൻഡ് ഓഫ് ദ സോളിനോയിഡ് ഇസ് ക്ലോക്ക് വൈസ് ദെൻ ദാറ്റ് എൻഡ് ഇസ് സൗത്ത് പോൾ. ക്ലോക്ക് വൈസ് ആണ് വരുന്നതെങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും. ഓപ്ഷൻ സി, ഇഫ് ദ കറണ്ട് വൺ എൻഡ് ഓഫ് ദ സോളിനോയിഡ് ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ്. കറണ്ട് ഇൻ വൺ എൻഡ് ഓഫ് ദ സോളിനോയിഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ദെൻ ദാറ്റ് എൻഡ് ഇസ് സൗത്ത് പോൾ. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അത് സൗത്ത് പോൾ ആണ്. ഡി ഓപ്ഷൻ പറയുന്നത് നൺ ഓഫ് ദ എബവ്, ഇതിലൊന്നും ശരിയല്ല. അപ്പം അതിന് എളുപ്പവഴി എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒപ്പം ഈ ഭാഗത്താണ് കൂടെ ഒബ്സർവ് ചെയ്യുന്നത് വിചാരിക്കുക. ഈ ഭാഗത്ത് കൂടെയാണ് സോളിനോയിഡ് പറ എങ്ങനെയാണ് വരുന്നത് അല്ലേ, എങ്ങനെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരറ്റത്ത് കൂടെ നമ്മൾ നോക്കുമ്പം നമുക്ക് ക്ലിയർ ആയിട്ടൊരു എസ് ഷേപ്പാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി ഡയഗ്രാമൊക്കെ കണ്ടതാണ്. എസ് ഷേപ്പിലാണ് വരുന്നതെങ്കിൽ അത് എന്തായിരിക്കും, എസ് ഷേപ്പ് വരികയാണെങ്കിൽ ഇങ്ങനെ വരികയാണെങ്കിൽ കറക്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ക്ലോക്ക് വൈസ് ഇങ്ങനെ തിരിയുമ്പം എസ് ഷേപ്പാണ് വരുന്നതെങ്കിൽ ആ എന്തായിരിക്കും,
സൗത്ത് പോളായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ ബി ആണ്. ഇഫ് ദ കറണ്ട് ഇൻ വൺ എൻഡ് ഓഫ് ദ സോളിനോയിഡ് ഇസ് ക്ലോക്ക് വൈസ് ദെൻ ദാറ്റ് എൻഡ് ഇസ് സൗത്ത് പോൾ. ആ എൻഡ് എന്തായിരിക്കും? സൗത്ത് പോളായിരിക്കും. നോർത്ത് പോളാണ് വരുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് തല കുത്തനായിരിക്കും, എൻ പോലത്തെ ആയിരിക്കും തോന്നുക. ഓക്കെ, അപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, എസ് പോലെയാണ് നമുക്ക് ആ എൻഡ് കൂടെ നോക്കിയാൽ കാണുന്നതെങ്കിൽ ആ എൻഡ് എപ്പോഴും എന്തായിരിക്കും? സൗത്ത് പോളായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇവിടെ കറക്റ്റ് ആൻസർ എന്താ? ബി ആണ്, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, നമ്മളിതിൻ്റെ മുന്നേ ചെയ്ത വീഡിയോയിൽ ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ തിരിച്ചു പോയി നിങ്ങൾ കാണണം. ഇനി ഫോർത്ത്, ഒബ്സർവ് ദ ഡയഗ്രാം, ഐഡൻറ്റിഫൈ ദ ഡിവൈസ് ഷോൺ ഇൻ ദ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ള ഡിവൈസിൻ്റെ പേരെന്താണ്? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. ഇതാണ് എന്ത്? നമ്മളുടെ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്ന സാധനം. ഇലക്ട്രിക് മോട്ടോർ. ഇത് ഇലക്ട്രിക് മോട്ടോറാണ്. ടു റൊട്ടേറ്റ് ദ ആർമേച്ചർ ഇൻ എ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിച്ച് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ഷുഡ് ബി കണക്റ്റഡ് ടു ദ പോയിൻറ്റ് എക്സ്. ഇപ്പോൾ ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററീൻ്റെ ഏത് ടെർമിനലായിരിക്കണം നമ്മൾ എക്സ് എന്ന് പറയുന്നതിൽ കണക്ട് ചെയ്യേണ്ടത്? ആർമേച്ചർ എങ്ങോട്ട് തിരിയണം? ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയണം. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയണമെങ്കിൽ ഏത് ഡയറക്ഷൻ അല്ലെങ്കിൽ ഏത് പൊളാരിറ്റി ഉള്ള ഭാഗമാണ് സെല്ലിൻ്റെ അല്ലെങ്കിൽ ബാറ്ററിൻ്റെ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഏതാണ്? ഫ്ലെമിങ്സിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട് അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ നമ്മൾ കൈയിൻ്റെ വിരൽ എങ്ങനെയാണ് പിടിക്കേണ്ടത്? തം, ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ എന്ന് പറയുന്നത്, അതായത് ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറിൻ്റെ എപ്പോഴും അവർ 90 ഡിഗ്രി ആയിരിക്കും തമ്മിൽ ഉണ്ടാവുക. അതിൽ 4 ഫിംഗർ എന്തിൻ്റെ ഡയറക്ഷൻ? 4 ഫിംഗർ എന്തിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും അല്ലേ? എന്തിൻ്റെ ഡയറക്ഷനാണ്? ഒന്ന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, മറ്റേത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. തമ്പ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, ഇങ്ങനെ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇന്നെ ക്ലോക്ക് വൈസ് ഫോഴ്സ് ഷുഡ് ബി എക്സ്പീരിയൻസ് അപ്വേർഡ്. അപ്പോൾ ആർമേച്ചർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിയണതെങ്കിൽ ഫോഴ്സ് എക്സ്പീരിയൻസിന് എങ്ങോട്ടേക്കായിരിക്കണം? മുകൾ ഭാഗത്തോട്ടേക്കായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് എ ബി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് തിരിയുള്ളൂ. അപ്പം ഒന്നും കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ ആർമേച്ചറിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ് തിരിക്കേണ്ടതെങ്കിൽ നമുക്ക് ആ ആർമേച്ചറിൻ്റെ എ ബി എന്ന് പറയുന്ന പൊസിഷൻ എവിടേക്ക് പോകണം? മുകളിലേക്ക് പൊന്തണ്ടേ? എന്നാൽ മാത്രമേ ഇത് ക്ലോക്ക് വൈസിൽ തിരിയുള്ളൂ. അപ്പോൾ എ ബി മുകളിലേക്ക് പൊന്തുമ്പം ഇവിടെയുള്ള സി ഡി എന്ന ഭാഗം താഴോട്ടേക്ക് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോക്ക് വൈസ് എന്ന് പറയുന്ന ഡയറക്ഷൻ അല്ലേ? ഈ ക്ലോക്ക് വൈസ് എന്ന് പറയുന്ന ഡയറക്ഷൻ തിരിയണമെങ്കിൽ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഈ പോയിൻറ്റ് സെല്ലിൻ്റെ ഏത് പൊളാരിറ്റി ആയിട്ടാണ് കണക്ട് ചെയ്യുന്ന അടുത്ത് ചോദിച്ചത്. അപ്പം ഈ ഭാഗത്ത് ഫോഴ്സ് എങ്ങനെയായിരിക്കണം? ഫോഴ്സ് മുകളിലോട്ടേക്കായിരിക്കണം. അപ്പോൾ ഫോഴ്സ് മുകളിലോട്ടേക്കായിരിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം ഇഫ് ദ ഫോഴ്സ് ഈസ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ, ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കണം? ബി ടു എ കറണ്ട് ഫ്ലോ ചെയ്യണം അല്ലേ? ബിന്ന് എയിലേക്കായിരിക്കണം കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഇത് എന്ത് ചെയ്യുള്ളൂ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, മനസ്സിലായോ എന്താണെന്നുള്ളത്? അപ്പം കറണ്ടിൻ്റെ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വിരലൊന്ന് പിടിച്ച് നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ വിരൽ നിങ്ങളിങ്ങനെ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും എങ്ങോട്ടാണ് തിരിയേണ്ടതെന്നുള്ളത്. അപ്പം അപ്വേർഡ് സൗണ്ട് സൈഡ് എ ബി എന്ന് പറഞ്ഞ സൈഡിലാണ്, അപ്വേർഡിലാണ് എന്ത് പറയുന്നത് അതിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത്. അപ്പം ഈ മിഡിൽ ഫിംഗർ എങ്ങോട്ടേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്? ഇവിടെ മിഡിൽ ഫിംഗർ ഇസ് ടുവേർഡ്സ് ഫോഴ്സ് ആയിരിക്കണം. മിഡിൽ ഫിംഗറാണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്കിൽ നമ്മളുടെ നടു വിരലാണ് എന്ത് ഇലക്ട്രിസിറ്റീൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റീൻ്റെ ഡയറക്ഷൻ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന പോലെയാണ്. കൈയിൻ്റെ തമ്പ് മുകളിലോട്ടേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡ് ശരിക്കും നേരെയാണ് വരുന്നത് അല്ലേ? ആ അപ്വേർഡ് പോയാൽ മാത്രമേ ക്ലോക്ക് വൈസിൽ തിരിയുള്ളൂ. അങ്ങനെ ആയതുകൊണ്ട് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കണം? ബി നെയിലേക്കായിരിക്കും. അതായത് മറ്റേ വഴി ഇങ്ങനെ ചുറ്റി വരുന്ന പോലെ ആയിരിക്കണം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം നമ്മൾ കൈയിൻ്റെ വിരലിങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫസ്റ്റ് ഫിംഗർ എന്ന് പറയുന്നത് നമ്മളുടെ ചൂണ്ടുവിരൽ, മിഡിൽ ഫിംഗർ അല്ലേ? അതെങ്ങോട്ടേക്കായിരിക്കണം? അപ്പോൾ ഫസ്റ്റ് ഫിംഗർ ഷുഡ് ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ ഷുഡ് ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ electric current, then the thumb
വിൽ ബി അപ്വേർഡ് ഷോയിങ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള പൊസിഷൻ മനസ്സിലാവുള്ളൂ. അപ്പം ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വരുന്നത്, തമ്പ് മുകളിലോട്ടേക്കാണ് വരുന്നത് എങ്കിൽ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കണം, ബിന്ന് എയിലേക്ക് ആയിരിക്കണം വരേണ്ടത്, ബിന്ന് എയിലേക്കായിരിക്കും വരേണ്ടത് അല്ലേ. അങ്ങനെ ആവുമ്പം ആ എക്സ് എന്ന് പറയുന്ന പോയിൻ്റ് എന്തായിരിക്കണം, എക്സ് എന്ന് പറയുന്ന പോയിൻ്റ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ വൈ കൂടെ കറണ്ട് വന്നിട്ട് ഇങ്ങനെ ബി ടു എ വീണ്ടും എക്സിലേക്ക് കറണ്ട് വരുള്ളൂ. അതുകൊണ്ട് വൈ എന്തായിരിക്കണം, പോസിറ്റീവ് ടെർമിനലും എക്സ് നെഗറ്റീവ് ടെർമിനലായിരിക്കണം. എന്നാൽ മാത്രമേ ബിന്ന് എയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശരിക്കും കൈയൊക്കെ അങ്ങനെ വെച്ച് ശരിക്കും ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ. പിന്നെ വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് യൂസിങ് എ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ നമ്മൾ എന്തിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? അപ്പോൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഓരോ ആർമേച്ചറിൻ്റെ റൊട്ടേഷൻ കഴിയുമ്പം, അതായത് എ ബി എന്ന് പറഞ്ഞ പൊസിഷൻ സി ഡിൻ്റെ ഭാഗത്തേക്ക് വരും, സി ഡി തിരിച്ച് എ ബിൻ്റെ ഭാഗത്തേക്കും വരും. അപ്പം ഓരോ സമയത്തും ഈ പൊസിഷൻ മാറുമ്പം കറണ്ട് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ആർമേച്ചർ കോയിലിൽ വരുന്ന ആ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറണം അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങണമെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ആ മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ആ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, യൂസ് ടു വാരി ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ത്രൂ ദ ആർമേച്ചർ ആഫ്റ്റർ ഈച്ച് റൊട്ടേഷൻ, ടു വാരി the direction of current to vary the direction of current through the armature after each rotation. After each rotation on the sides A, B and CD, of the sides A, B and CD. അപ്പോൾ ആ സി ഡിൻ്റെയും എ ബിൻ്റെയും റൊട്ടേഷൻ കാരണം കറണ്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണമെങ്കിൽ, കറണ്ട് ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കണമെങ്കിൽ ആര് വേണം, സ്പ്ലിറ്റ് റിംഗ് വേണം. എന്നാൽ മാത്രമേ ഡയറക്ഷൻ ചേഞ്ച് ആവുള്ളൂ. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കവർ ചെയ്താണ്. ഓക്കെ. പിന്നെ 5th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഡയഫ്രം ഇൻ എ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൽ ഡയഫ്രം എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ആവശ്യം എന്താണ് അല്ലേ, എന്തിനാണ് അതിൻ്റെ യൂസ് അവിടെ വരുന്നത്? അപ്പോൾ ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, മെക്കാനിക്കൽ എനർജീനെ തിരിച്ച് സൗണ്ട് വേവ്സ് ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ സൗണ്ട് എനർജി ആക്കി മാറ്റാനാണ് ഈ ഡയഫ്രം വരുന്നത് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ടു കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻ ടു സൗണ്ട് വേവ്സ്, ടു ആംപ്ലിഫൈ സൗണ്ട് സിഗ്നൽ, ടു സെപ്പറേറ്റ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് സിഗ്നൽസ്, ടു ഇൻക്രീസ് ദ സെൻസ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. എന്താ അവിടെ കറക്റ്റ് ആൻസർ വരുന്നത്? അപ്പം പറഞ്ഞ മെക്കാനിക്കൽ എനർജീനെ സൗണ്ട് വേവ്സ് ആക്കി തിരിച്ച് കൺവേർട്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഓക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും എടുക്കുന്നുള്ളൂ. ബാക്കി 5 ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കും. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.